നീറ്റ് CBSE പരീക്ഷാ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി പ്രഖ്യാപിച്ച പ്രതിഷേധം ഇന്ന് ഡൽഹി ജന്തർ മന്ദറിലാണ് പ്രതിഷേധം. CJP സ്ഥാപകൻ അഭിജിത് ദീപ് കെ രാവിലെ 8 മണിക്ക് ഡൽഹി വിമാനത്താവളത്തിലെത്തും. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, ട്വിറ്ററിലടക്കം കണ്ട വലിയ പിന്തുണ അത് ഒരു ക്യാമ്പയിനിലേക്ക് ഓഫ്ലൈനായി ഇറങ്ങുമ്പോൾ എത്രത്തോളം ഉണ്ടാകും എന്ന ഒരു ആകാംക്ഷയുണ്ട്. മാത്രമല്ല, ഇപ്പോൾ 3 വക്താക്കളും അഭിജിത് ദീപ് കെയുമാണ് ഇതിൻ്റെ ഒരു സ്പോക്ക് പേഴ്സൺ അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്ന ആളുകൾ. വലിയൊരു സംഖ്യ ആളുകൾ എത്തിയാൽ, പിന്തുണയുമായി എത്തിയാൽ അവരെ ആര് നിയന്ത്രിക്കുമെന്നതൊക്കെയും മുന്നിൽ നിൽക്കുന്ന ചോദ്യമാണ്, കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. ഒപ്പം പ്രധാന പാർട്ടികളുടെയൊക്കെ പിന്തുണ ലഭിക്കുന്നു. എങ്ങനെയാണ് ഇന്നത്തെ പ്രതിഷേധത്തിൻ്റെ പരിപാടികളുടെ ക്രമീകരണം? ക്രിസ്റ്റീന, രാജ്യം ഇന്ന് ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു പ്രതിഷേധമാണ് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടക്കാൻ പോകുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ വലിയ പിന്തുണ നേടിയ CJP തെരുവിലേക്ക് ഇറങ്ങുകയാണ്. പാർട്ടികൾ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ അതിൽ ആര് ലഭിക്കും തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇന്ന് 8 മണിക്ക് അഭിജിത് ദീപ് കെ ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങും. അതിനുശേഷം പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെത്തി സമരത്തിന് അനുമതി തേടും എന്നാണ് ഈ CJPയുടെ വക്താക്കൾ അറിയിച്ചിരിക്കുന്നത്. ഇവിടെ ജന്തർ മന്ദറിലെ സമരവേദിയിൽ എല്ലാ തയ്യാറെടുപ്പുകളും ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. CJP ഒരു പ്രത്യക്ഷ ക്യാമ്പയിനിലേക്ക് അല്ലെങ്കിൽ ഓൺലൈൻ വിട്ട് ഓഫ്ലൈൻ ഒരു ക്യാമ്പയിനിലേക്ക് ഇറങ്ങുകയാണ്. അവരുടെ ഏക മുദ്രാവാക്യം ആവശ്യമെന്നത് നീറ്റ് ഒപ്പം CBSE +2 പരീക്ഷയിലെ ഗുരുതര വീഴ്ചകൾക്ക് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കണം എന്നത് മാത്രമാണ് ഈ പ്രതിഷേധത്തിൻ്റെ ആവശ്യം. ആ ആവശ്യത്തോട് ഐക്യപ്പെടുന്ന മറ്റ് നിരവധി സംഘടനകൾ, SFI അടക്കം നിരവധി വിദ്യാർത്ഥി സംഘടനകൾ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാകും എന്ന് ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ഈ പാർട്ടികൾ CJP, കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അണികൾ അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ ഒരുമിച്ചെത്തിയാൽ അതെങ്ങനെ നിയന്ത്രിക്കുമെന്നതൊക്കെ കണ്ടറിയേണ്ടതുണ്ട്. ഏതായാലും ഡൽഹിയിൽ വലിയ സുരക്ഷാ സന്നാഹമുണ്ട്. ബൽറാം, തുടരാം. നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ പ്രതിഷേധക്കാരുമായി ഒരു സംഘർഷത്തിന് ശ്രമിക്കേണ്ടതില്ല എന്നും സമാധാനപരമായി ഇടപെടണം എന്നുമുള്ള നിർദ്ദേശമാണ് പോലീസിന് നൽകിയിരിക്കുന്നത്. ഈ 12 സോണുകളാക്കി തിരിച്ച് 12 DCPമാർക്ക് ചുമതല നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവരുടെ വീടുകൾക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ജന്തർ മന്ദറിൽ ഉൾപ്പെടെ ഡ്രോൺ നിരീക്ഷണം ഏർപ്പെടുത്തും. ഇതോടൊപ്പം തന്നെ 6 ജോയിന്റ് കമ്മീഷണർമാർ, 14 DCPമാർ, 32 SP മാർ, 300 CAമാർ എന്നിവർക്ക് പ്രത്യേക ചുമതല നൽകിയിരിക്കുന്നു. 20 കമ്പനി അധിക പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. അതേസമയം ഈ പ്രതിഷേധത്തിൽ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നും വലിയ പങ്കാളിത്തം ഉണ്ടാകുമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ ഡൽഹിയിലും പഞ്ചാബിലുമുള്ള അണികൾ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കും. പഞ്ചാബിൽ നിന്നുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ പങ്കാളിത്തവും വലിയ തോതിൽ ഈ പരിപാടിയിലേക്ക് ഉണ്ടാകുമെന്നാണ് ഡൽഹി പോലീസിന് ലഭിച്ചിരിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട്. കാരണം കഴിഞ്ഞ കുറച്ചു കാലമായി തിരിച്ചടി നേരിടുന്ന പാർട്ടി ഇതൊരു അവസരമാക്കി മാറ്റാൻ ഇടയുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയത്. ഈ ജന്തർ മന്ദറിലെ പ്രതിഷേധങ്ങളിൽ സാധാരണ 50,000 പേർ, 1 ലക്ഷം പേർ വരെ പങ്കെടുത്ത പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് നടക്കുന്ന പ്രതിഷേധത്തിൽ അത് എത്ര പേർ പങ്കെടുക്കും എന്നത് സംഘാടകരെ സംബന്ധിച്ചിടത്തോളവും പറയാൻ കഴിയാത്ത കാര്യമാണ്. ഡൽഹി പോലീസിനെ സംബന്ധിച്ചിടത്തോളവും എത്ര പേർ പങ്കെടുക്കും എന്നുള്ളത് തങ്ങൾക്ക് വ്യക്തതയില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ, ഇതുവരെ കാണാത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വരുൺ അടക്കമുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ അത് അക്രമാസക്തമാവുകയാണെങ്കിലോ അതിനെ നേരിടാനുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്നു. മുഴുവൻ സമയവും ഡ്രോൺ നിരീക്ഷണം ഉണ്ടാകും. എത്ര സമയം ഈ പ്രതിഷേധം പോകും എന്നതുമായി ബന്ധപ്പെട്ടും ഈ ഒരു ഘട്ടത്തിൽ വ്യക്തതയില്ല എന്നതുകൊണ്ട് തന്നെ പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഡൽഹി പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇന്നലെ ഉച്ചയോടെ മുതൽ തന്നെ കേന്ദ്രസേനയെയും ഡൽഹി പോലീസിന്റെ 20 കമ്പനികളെയും ന്യൂഡൽഹി മേഖലയിലെ വിവിധ ഭാഗങ്ങളിലായി വിന്യസിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ പലതവണ ജന്തർ മന്ദറിലെത്തി
സ്ഥലത്തെത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയിരുന്നു. ഇതിൽ ഒരു പ്രധാന വെല്ലുവിളി പോലീസ് നേരിടുന്നത് ഇവിടെ നിന്ന് ആരൊക്കെ എത്ര പേർ എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു വിവരം ലഭിച്ചിട്ടില്ല. സംഘാടകർക്കും അതിനെക്കുറിച്ച് പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ ഒരു ജന്തർ മന്ദറാണ് പ്രതിഷേധ വേദിയെങ്കിലും ഇതിനോട് സമാന്തരമായി തന്നെയുള്ള പാർലമെന്റ് സ്ട്രീറ്റ് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലാണ് ഒത്തുകൂടാൻ എല്ലാവരോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവിടെ അഭിജിത്ത് ദീപ്കയും എത്തും. ആദ്യമായാണ് ഈ ഒരു മുന്നേറ്റം ആരംഭിച്ച ശേഷം അഭിജിത്ത് അണികൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നേരിൽ കാണാൻ ഒട്ടേറെ പേർ ഇവിടെ എത്തിച്ചേരും എന്ന പ്രതീക്ഷയുണ്ട്. അവിടെ നിന്നും ഇവിടേക്ക് ആളുകൾ മുന്നേറാനുള്ള നിർദ്ദേശമാണ്, അല്ലെങ്കിൽ മാർച്ചായി മുന്നോട്ട് ഇവിടേക്ക് എത്താനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അത് എത്രത്തോളം നിയന്ത്രിക്കാൻ കഴിയും എന്നതുമായി ബന്ധപ്പെട്ടും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി തന്നെയാണ് അത് ഉയർത്തുന്നത്. അതേസമയം തീർത്തും സമാധാനപരമായ പ്രതിഷേധത്തിനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് CJP. എന്തെങ്കിലും അക്രമ സംഭവങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കണമെന്നും ഈ സമരത്തെ അട്ടിമറിക്കാൻ ശ്രമങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് പോലീസിനെ അറിയിക്കണമെന്നും അത്തരം സംഭവങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് അതിന്റെ ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സഹായിക്കണം എന്നുള്ള നിർദ്ദേശം CJPയും നൽകിയിട്ടുണ്ട്. മറ്റ് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ അടക്കമുള്ള ആളുകളുടെ പങ്കാളിത്തം ഈ പ്രതിഷേധത്തിനുണ്ടാകും. ഇതുകൂടാതെ വിവിധ മേഖലകളിൽ നിന്നും പിന്തുണ, ആക്ടിവിസ്റ്റുകളുടേതടക്കമുള്ള പിന്തുണ ഈ CJPക്ക് ലഭിച്ചിട്ടുണ്ട്. സോനം വാങ്ചുക് ഇന്നത്തെ സമരത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ അഭിജിത്ത് ദീപ്കയ്ക്ക് ഒപ്പം എത്തും. തുടർന്നായിരിക്കും അനുമതി തേടുക. ഇതോടൊപ്പം കൂടുതൽ ആരൊക്കെ എന്നുള്ളതും ആകാംക്ഷയോടെ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ആനി രാജ CPI നേതാവ് ഈ സമരത്തിൽ വ്യക്തിപരമായി പങ്കെടുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള പല നേതാക്കൾ, വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആക്ടിവിസ്റ്റുകൾ, വിദ്യാർത്ഥി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് ആരെല്ലാം എന്നുള്ളത് നിർണായകമാകും. ഒപ്പം തന്നെ ഈ പ്രതിഷേധത്തെ എങ്ങനെ പോലീസ് കൈകാര്യം ചെയ്യുന്നു എന്നുള്ള കാര്യവും നിർണായകമായി മാറും. തീർത്തും സമാധാനപരമായി പ്രകോപനമില്ലാതെ ഇടപെടാനുള്ള നിർദ്ദേശമാണ് പോലീസിന് അധികൃതർ, ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്നത്. മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇതിനകം തന്നെ പൂർത്തിയായിരിക്കുന്നു. ഈ ഒരു ജന്തർ മന്ദിറിലെ ബാരിക്കേഡ് കെട്ടിനകത്ത് ഒതുങ്ങുന്ന ജനക്കൂട്ടമാകുമോ ഇവിടേക്ക് എത്തുക എന്നുള്ളത് ഏറ്റവും നിർണായകമാകും. ശരി ബൽറാം, ഏതായാലും CJPയുടെ ആദ്യ പ്രത്യക്ഷ പ്രതിഷേധം എന്നതിനപ്പുറത്തേക്ക് ആരൊക്കെ പങ്കെടുക്കും, ആര് നിയന്ത്രിക്കും, എത്ര സമയം നീണ്ടുപോകും, അങ്ങനെ പല പല കാര്യങ്ങളിലുള്ള ആകാംക്ഷ നിലനിർത്തുന്നുണ്ട്. ഏതായാലും വലിയ പ്രതിഷേധത്തിനാണ് CJP ഇന്ന് ഡൽഹിയിൽ പദ്ധതിയിടുന്നത്. ഒരു പ്രതിഷേധത്തിനുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു മൂവ്മെന്റ്, അതിൽ നിന്നൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്കാണോ CJP പോകുന്നത്? ആം ആദ്മി പാർട്ടിയുമായുള്ള ബന്ധങ്ങളൊക്കെ പലപ്പോഴും പലരും പറയുന്നുണ്ട്. CJPയുടെ പേരിലുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് പ്രൈം മിനിസ്റ്റർ ഷുഡ് റിസൈൻ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ രാത്രിയിൽ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. ഒപ്പം തന്നെ നരേന്ദ്രമോദിജി ഈസ് ദ വേൾഡ്സ് പ്രൈം മിനിസ്റ്റർ ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് അവരൊരു സർവേ കൂടി, യെസ് നോ എന്ന് പറഞ്ഞ അല്പസമയത്തിന് മുമ്പ് ആ പേജിൽ, ട്വിറ്റർ പേജിൽ ഒരു സർവേ കൂടി നടത്തുന്നുണ്ട്. എന്തായാലും അവർ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു മോബ് സൈക്കോളജി എങ്ങനെ വർക്ക് ചെയ്യും, ചില നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു അതിൽ പങ്കെടുക്കാൻ വന്നിരുന്നവർക്ക് കഴിഞ്ഞ ദിവസം. എന്തായാലും നമുക്ക് നോക്കിക്കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.